ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിയും ഉഴുന്നൊന്നും അരയ്ക്കാതെയും ഓവർനൈറ്റ് ഫെർമെന്റ് ചെയ്യാതെയും വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ക്രിസ്പിയായ വളരെ ടേസ്റ്റിയായ ഒരു പേപ്പർ റോസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ദോശയുടെ പ്രത്യേകത വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് മാത്രമല്ല, ചട്നിയും സാമ്പാറൊന്നും ഇല്ലെങ്കിലും ദോശ മാത്രമായി തന്നെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ദോശയും കൂടിയാണത്. ഐ എം ഷാജഹാൻ കരീം. ടേസ്റ്റ് ഓഫ് ബെസ്റ്റ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കാം. ഈ ദോശ ഉണ്ടാക്കാൻ ആദ്യമായി ഇതുപോലെ ഒരു കാശ്മീരി ചില്ലി 4 കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം ഒരു ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഈ ബൗളിലേക്ക് 1 കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഇതുപോലെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങാണ്. ഈ കിഴങ്ങിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ക്യൂബ്സ് ആക്കി മാറ്റിവെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കുക. അടുത്തതായി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളത്തിൽ കുതിർത്താൻ വെച്ചിരുന്ന മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം 1 ടീസ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 1/4 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അവസാനമായി 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഇവയെല്ലാം നന്നായി ഒന്ന് അരച്ചെടുക്കുക. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്ത അതേ ഓർഡറിൽ തന്നെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ 2 ടേബിൾ സ്പൂൺ വെള്ളം കൊണ്ട് പ്രോപ്പറായി അരച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ദോശയ്ക്ക് വേണ്ട ബാറ്റർ ഞാൻ ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞ അളവുകളെല്ലാം കറക്റ്റായി അതുപോലെ തന്നെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ദോശയുടെ ബാറ്ററിനുണ്ടായിരിക്കുക. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ദോശയുടെ ബാറ്റർ റെഡിയാണ്. ഇനി ക്രിസ്പി പേപ്പർ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതുപോലൊരു നോൺ സ്റ്റിക് പാനിലാണ് ഞാനിന്ന് ദോശ ഉണ്ടാക്കുന്നത്. ഒരു മീഡിയം ഹീറ്റിൽ പാൻ ചൂടാക്കി വെച്ച ശേഷം പാനിലേക്ക് ശകലം വെള്ളം തെളിച്ച് ഒരു തുണി കൊണ്ട് നന്നായി തുടച്ചെടുക്കുക. പാനിലൊട്ടും ഓയിലിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല. ഇനി ഓരോ ദോശകളായി ചുട്ടെടുക്കാം. ഇതുപോലെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു തവി മാവെടുത്ത് പാനിലേക്ക് ഒഴിച്ച് ഇതുപോലെ വട്ടത്തിൽ ചുറ്റി കൊടുക്കുക. പാനിന്റെ ചൂട് കൂടിയാലും പാനിൽ ഓയിലിന്റെ അംശം ഉണ്ടെങ്കിലും ഇതുപോലെ വട്ടത്തിൽ ചുറ്റിച്ചു കൊടുക്കാൻ കഴിയുകയില്ല. കളർ ഇതുപോലെ ചെറുതായി മാറി വരുന്ന സമയത്ത് ദോശയുടെ മുകളിലേക്ക് 2 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഇട്ടുകൊടുത്ത് ഇതുപോലെ ഒരു ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ദോശയുടെ എല്ലാ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം തീ കുറച്ചു വെച്ച് നന്നായി മുരിച്ചെടുക്കുക. അങ്ങനെ നമ്മളുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ക്രിസ്പി പേപ്പർ റോസ്റ്റ് റെഡിയാണ്. നമ്മളിവിടെ എടുത്ത ഈ ക്വാണ്ടിറ്റി കൊണ്ട് 7 ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചൂടോടുകൂടി തന്നെ ഈ ദോശ കഴിക്കാൻ ശ്രമിക്കുക. തണുത്തു കഴിഞ്ഞാൽ ഈ ദോശയുടെ യഥാർത്ഥ ടേസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഉരുളക്കിഴങ്ങും വെളുത്തുള്ളിയും മുളകും ഉള്ളതുകൊണ്ട് കൂടാതെ ബട്ടറിൽ മുരിച്ചെടുക്കുന്നത് കൊണ്ട് ഈ ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ബാക്കിയുള്ള ദോശ കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാനിന്ന് ഉണ്ടാക്കിയ പേപ്പർ റോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും എനിക്ക് കമന്റുകളായി അറിയിക്കുക. വീണ്ടും നല്ലൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്.